പേടിക്കാതെ. അനു, മേഡം, ഇതെന്തോ മണിയാ? എന്താ? എന്റെ അമ്മയെ അനിയത്തിയെയും മിത്രയൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പരാതി എനിക്കെതിരെയല്ലേ? ഞാനല്ലേ ദേവിയുടെ ഭർത്താവ്? പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛനും അമ്മയും വീട്ടുകാരൊക്കെ എന്തിനാ നിങ്ങൾ ഇതിൽ വലിച്ചടിക്കുന്നേ? പരാതി നിനക്കെതിരെ മാത്രമാണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞേ? വീട്ടുകാരുടെ പേരിലും പരാതിയുണ്ട്. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതിൽ പേരുള്ളവരെയാ ഞങ്ങൾ കൊണ്ടുവന്നത്, അല്ലാതെ വഴി കൂടെ പോകുന്നവരൊന്നുമല്ല. പക്ഷെ മേഡം, അതൊക്കെ മിണ്ടി പോവരുത്. നീ പറഞ്ഞിട്ടാണോ ഇവിടെ പരാതി എടുക്കുന്നതും അന്വേഷണം നടത്തുന്നതും ഒക്കെ? ഒരു പെണ്ണിനെ വീട്ടിലിട്ട് പീഡിപ്പിച്ചിട്ട് ഇപ്പൊ പോലീസിനോട് ന്യായം പറയുന്നു നീ? ഞങ്ങൾ ആരെയും പീഡിപ്പിച്ചിട്ടില്ല. അതൊക്കെ നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? മാറി നിൽക്കണം അങ്ങോട്ട്. നിങ്ങൾ എന്താ കാണിക്കുന്നത്? ഞാൻ പറയുന്നത് കേട്ടില്ലേ? ഇവരെന്താ നമ്മുടെ കുടുംബത്തിനെങ്ങനെ? നമ്മളതിന് ഞാൻ പറയട്ടെ, ഉദയഭാനും ശ്രീകലയും വരുമല്ലോ. അവർക്ക് പറയാനുള്ളതേ അവര് സിയോട് പറയട്ടെ. നമുക്ക് നമ്മുടെ ഭാഗവും പറയാം. കേൾക്കുന്ന ആർക്കും സത്യം നമ്മുടെ ഭാഗത്താണെന്ന് ബോധ്യപ്പെടുമല്ലോ. സിയയ്ക്കും ബോധ്യപ്പെടും. മോനെ, നീ ഒന്ന് സമാധാനപ്പെടും. അനു, അനു കരയാതെ. അനു, നീ എന്തിനാ മോളെ കരയുന്നേ? നമ്മുടെ ഭാഗത്ത് തെറ്റില്ലല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നത്? മിത്രേ, നീ ഇവരെ പോലെ പേടിച്ചു തന്നാലോ? നാളെ പോലീസുകാരി ആകേണ്ട പെൺകുട്ടിയല്ലേ നീ? ഇവർക്കൊക്കെ ധൈര്യം കൊടുക്കേണ്ടത് നീയല്ലേ? ഞാൻ പറഞ്ഞതാ അങ്കിളെ, പരാതി കിട്ടിയ അവരന്വേഷിക്കും. പക്ഷെ പരാതി കിട്ടിയതുകൊണ്ട് മാത്രം നമ്മളെ കുറ്റക്കാരാക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ ഭാഗം പറയാനുള്ള അവസരം കിട്ടുവനു. സത്യം എന്താണെന്ന് അപ്പൊ അവർക്ക് മനസ്സിലാവും. എന്നാലും അവൾക്ക് എങ്ങനെ മനസ്സ് വന്നു ഇങ്ങനെ ഒരു കള്ള പരാതി കൊടുക്കാൻ?